ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള വാർഷിക എക്സാം. നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷയില്ലേ, ആനുവൽ എക്സാം. ആ ആനുവൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് കേട്ടോ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ഉദ്ഗ്രഥനം മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ട മറ്റു പേപ്പറുകളും നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഉടനെ തന്നെ നിങ്ങൾക്കത് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ എല്ലാ 1ാം ക്ലാസ്സിലെ മക്കൾക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ മോഡൽ എക്സാം നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ. മാതൃകാ ചോദ്യപേപ്പറാണിത്. അപ്പം നമുക്ക് നോക്കിയാലോ. ഉദ്ഗ്രഥനം പഠന നിലവാരം. സമഗ്ര ശിക്ഷ കേരളം വാർഷിക മൂല്യനിർണ്ണയം 2024-25 ചോദിച്ച ചോദ്യങ്ങളാണിത്. ഇതെല്ലാം തന്നെ ആയിരിക്കും വരാൻ കൂടുതൽ സാധ്യത. ഇതുപോലെ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കൂ. ആദ്യം എന്താണ്, 1ാം ക്ലാസ്സിന് എഴുതിയിട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് നിങ്ങൾ എഴുതുക. അതിനുശേഷം നമുക്ക് പ്രവർത്തനം 1 നിറം കൊടുക്കാം. തന്നിരിക്കുന്ന ചിത്രം നോക്കൂ. ഒരു അമ്മമ്മ ഉണ്ട്, കുറേ സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, പാടത്ത് പണിയെടുക്കുന്നു. ഒരു വീട്, കിണറ്, ഒരു തെങ്ങ്, കുറെ പുല്ല് എല്ലാം കാണാം അല്ലേ. അപ്പോൾ ഇതിനൊക്കെ നിറം കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു നിറം കൊടുക്കാന്നുള്ള ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഈ ചിത്രം തന്നെ ആവണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒരു ചിത്രം തന്നിട്ട് നിറം കൊടുക്കാൻ വേണ്ടി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും നിറം കൊടുക്കാനൊക്കെ പഠിച്ചിട്ട് പോകുക. അടുത്തത് പ്രവർത്തനം 2 കഥ വായിക്കാം. മുത്തശ്ശി നെയ്യപ്പം ചുട്ടു, മുത്തശ്ശനും ഒപ്പം കൂടി 9 നെയ്യപ്പം. നെയ്യപ്പം വീതം വച്ചു, 1 ബാക്കിയായി. 2 പേരും തമ്മിൽ തർക്കമായി. നമുക്ക് മിണ്ടാതിരിക്കാം, ആദ്യം മിണ്ടുന്ന ആൾ തോൽക്കും, മുത്തശ്ശി പറഞ്ഞു. ജയിക്കുന്ന ആൾക്ക് 5 അപ്പം. മുത്തശ്ശൻ സമ്മതിച്ചു. പാൽക്കാരനും മീൻകാരനും വന്നു വിളിച്ചു, അവർ മിണ്ടിയില്ല. അപ്പോ മുത്തശ്ശി നെയ്യപ്പം ഉണ്ടാക്കി, മുത്തശ്ശനും സഹായിച്ചു അല്ലെ. 9 നെയ്യപ്പം. അപ്പൊ നെയ്യപ്പം എന്താണ്, 2 ആളും തുല്യമായി വീതം വെച്ചു. 9 നെയ്യപ്പം പറഞ്ഞാൽ അതിനെ പകുതിയാക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. ഒരാൾ 4 എടുത്തു, അടുത്ത ആളും 4 എടുത്തു. അപ്പൊ 8 എണ്ണം കഴിഞ്ഞാൽ ബാക്കി 1 ബാക്കിയായി. ആ 1 ആരെടുക്കും? എനിക്ക് വേണം പറഞ്ഞിട്ട് തർക്കമായി അല്ലെ. അപ്പോ നമുക്ക് മിണ്ടാതിരിക്കാം, കുറെ നേരം മിണ്ടാതിരിക്കാം. പക്ഷെ ആദ്യം മിണ്ടുന്ന ആള് തോറ്റു പോകും. എത്ര നേരം നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റും, അയാൾ ജയിക്കും. അയാൾക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന നെയ്യപ്പം കിട്ടും പറയും. ജയിക്കുന്ന ആൾക്ക് 5 അപ്പം. ഓക്കെ, ശരിയെന്ന് പറയും അല്ലെ. മുത്തശ്ശൻ സമ്മതിക്കും. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മുടെ പാൽക്കാരനും മീൻകാരനും ഒക്കെ വന്ന് വിളിക്കും. 2 പേരും മിണ്ടിയില്ല അല്ലെ. ഇനി നമുക്ക് ചോദ്യം നോക്കാം. ആരൊക്കെയാണ് നെയ്യപ്പം ചുട്ടത്? മുത്തശ്ശിയും മുത്തശ്ശനും. മുത്തശ്ശിയും എത്ര നെയ്യപ്പമാണ് ചുട്ടത്? 9. 2 പേർക്കുമായി വീതിച്ചപ്പോൾ എത്ര എണ്ണം ബാക്കി വന്നു? 1. മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ആരൊക്കെയാണ് വന്നത്? പാൽക്കാരനും മീൻകാരനും. തർക്കം തീർക്കാൻ മുത്തശ്ശി പറഞ്ഞത് എന്താണ്? നമുക്ക് മിണ്ടാതിരിക്കാമാണ് കേട്ടോ. ദീർഘമാണേ. മിണ്ടാതിരിക്കാം, ആദ്യം മിണ്ടുന്ന ആൾ തോൽക്കും. അടുത്ത പ്രവർത്തനം ഹായ് നെയ്യപ്പമാണ്. വീട്ടിലേക്ക് കൊണ്ടുപോയ നെയ്യപ്പം എത്രയെന്ന് കണ്ടെത്തൂ. വീട്ടിലേക്ക് എത്ര നെയ്യപ്പം കൊണ്ടുപോയി നോക്കാം നമുക്ക്. അപ്പൊ മത്തായി. കിട്ടിയ നെയ്യപ്പം തിന്ന നെയ്യപ്പമാണ് കേട്ടോ. അപ്പോൾ 15 നെയ്യപ്പം കിട്ടി, അതിൽ 7 എണ്ണം തിന്നു. ബാക്കി എത്ര എണ്ണം കൊണ്ടുപോയിണ്ടാവും എന്നറിയാൻ 15-ൽ നിന്ന് 7 കുറച്ച് നോക്കൂ. അപ്പൊ എത്ര വരും? 8. കേശുവിന് 20 നെയ്യപ്പം കിട്ടി, അതിൽ 10 എണ്ണം തിന്നു. ബാക്കി എത്ര വീട്ടിൽ കൊണ്ടുപോകാന്ന് അറിയാൻ 20-ന്ന് 10 മൈനസ് ചെയ്യുക, കുറച്ച് നോക്കൂ. 10. അടുത്തത് അബുവിന് 15 നെയ്യപ്പം കിട്ടി, 5 നെയ്യപ്പം തിന്നു അല്ലെ. 15-ന്ന് 5 കുറയ്ക്കൂ, 10 നെയ്യപ്പം ബാക്കിയായില്ലേ. മത്തായിക്കും കേശുവിനും കൂടി ആകെ കിട്ടിയ നെയ്യപ്പം. മത്തായി എത്രയാണ്? മത്തായിക്കും കേശുവിനും കൂടി ആകെ കിട്ടിയ നെയ്യപ്പമാണ് ചോദ്യം ട്ടോ.
മത്തായിക്ക് 15 കേശുവിന് 20. അപ്പോൾ ഇവർക്ക് ആകെ കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ 35 വരിക. അവർ വീട്ടിലേക്ക് കൊണ്ടുപോയതെന്ന് ചോദിക്കുമ്പോൾ 18. അവർക്ക് കിട്ടിയ നെയ്യപ്പമല്ലേ ചോദ്യം. അപ്പോൾ ഇവിടെ അത് മാറ്റി 35 എഴുതൂ കേട്ടോ. ആർക്കാണ് ഏറ്റവും കൂടുതൽ നെയ്യപ്പം കിട്ടിയത്? കേശു. ഇനി പ്രവർത്തനം 4. നന്നായി വളരാൻ. നല്ല ആരോഗ്യത്തിന് നാം കഴിക്കേണ്ട ആഹാര സാധനങ്ങൾ വരയ്ക്കൂ. ഏതൊക്കെ ആഹാര സാധനങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്? പാലുണ്ട് അവിടെ. പിന്നെ പാലിൽ നമുക്ക് ഈ ഇമോജി കൊടുക്കുക കേട്ടോ. ഈ ഇമോജി, ചിരിക്കുന്ന ഇമോജിയാണ് നമ്മൾ കഴിക്കേണ്ട ആഹാര സാധനങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഇത് നോക്കൂ, പഴങ്ങളാണ് അല്ലേ, ഫ്രൂട്ട്സ്. അതിലും ആ ഇമോജി. ഐസ്ക്രീം കഴിക്കാൻ പാടോ? ഇല്ല. അടുത്ത് പച്ചക്കറികളിലും ആ ഇമോജി കൊടുക്കുക. പിന്നെ ഗോതമ്പ് അരിയിലും കൊടുക്കുക. പിന്നെ മത്സ്യം, മുട്ട, മാംസം അതിലും കൊടുക്കുക കേട്ടോ. മറ്റേതൊന്നും നമ്മൾ കഴിക്കാൻ പാടാത്തതാണ്. കൂട്ടത്തിൽ പെടാത്തതിനെ വട്ടത്തിലാക്കൂ. നമുക്ക് താഴെ പഴം, പൈനാപ്പിൾ, ബർഗർ, ആപ്പിൾ, ക്യാരറ്റ്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ബർഗറാണ്. അത് നിങ്ങൾ റൗണ്ട് ചെയ്യുക കേട്ടോ. ഇതുപോലെ ചെയ്തു കൊടുക്കുക. പ്രവർത്തനം 5. അപ്പുവിന്റെ ഡയറി. ഞാൻ മുത്തശ്ശന്റെ വീടിന് അടുത്തെത്തി. വീടിന് മുന്നിൽ ഒരുപാട് ആളുകൾ മുത്തശ്ശിയെ ജീപ്പിലേക്ക് കയറ്റുന്നത് കണ്ടു. മുത്തശ്ശനെ കയറ്റുമ്പോൾ കാല് ജീപ്പിൽ തട്ടി. എന്റെ കാലേ എന്ന് പറഞ്ഞു മുത്തശ്ശൻ കരഞ്ഞു. ഞാൻ ജയിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഓടിപ്പോയി. എനിക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? അപ്പുവിന്റെ ഡയറിയാണിത്. ഇന്നലത്തെ കാര്യങ്ങൾ ചേർത്ത് നിങ്ങളുടെ ഡയറി എഴുതൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഒരു ഡയറി എഴുതുക കേട്ടോ. നമുക്ക് നോക്കാം. ഇന്ന് സ്കൂൾ അവധിയായിരുന്നു. ഞാൻ കൂട്ടുകാരുമൊത്ത് ഒരുപാട് കളിച്ചു. വൈകുന്നേരം അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഞാനും കൂടെ സിനിമ കാണാൻ പോയി. മുത്തശ്ശി ഇന്ന് എനിക്ക് രാജകുമാരന്റെ കഥ പറഞ്ഞു തന്നു. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എങ്ങനെ വേണമെങ്കിലും ഡയറി എഴുതാം കേട്ടോ. ഇന്നൊരു നല്ല ദിവസമായിരുന്നു, ഇന്നൊരു ചീത്ത ദിവസമായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം ഡയറി എഴുതുമ്പോൾ. ഒരു ദിവസത്തിന്റെ ഏത് ദിവസമാണ് ആ ദിവസം കൂടി നമ്മൾ എഴുതുക. അപ്പൊ തിങ്കളാണെങ്കിൽ തിങ്കൾ. എപ്പോഴും നമ്മൾ ഡയറി എഴുതുമ്പോൾ ഡേറ്റ് കൊടുക്കണം കേട്ടോ. ഏതെങ്കിലും ഒരു ഡേറ്റും ആ ദിവസവും ഏതാണെന്ന് നമ്മൾ കൊടുക്കുക കേട്ടോ. ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യപേപ്പറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും മോഡൽ എക്സാം ഒക്കെ ചെയ്ത് തയ്യാറായിട്ട് എക്സാമിന് പോവുക. നന്നായി എക്സാം എഴുതുക, നന്നായി പഠിച്ച് എക്സാം എഴുതുക കേട്ടോ. അപ്പോൾ തുടർന്ന് നിങ്ങൾ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ചോദ്യപേപ്പറും ഉത്തരങ്ങളും നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ ലഭ്യമായിരിക്കും. അപ്പോൾ അതെല്ലാം കണ്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ തുടർന്ന് വാച്ച് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.